ഒടുവിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ഭാരതത്തിലേക്ക്. ഭാരതത്തെ പിണക്കാനാകില്ല എന്ന തിരിച്ചറിവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച 2 മന്ത്രിമാരെയും രാജിവെപ്പിച്ച ശേഷമാണ് മുയ്സുവിന്റെ സന്ദർശനം. മഞ്ഞുരുക്കലിനുള്ള സാധ്യതകളെല്ലാം തേടിയ ശേഷമാണ് ഉഭയകക്ഷി സന്ദർശനത്തിനായി മുയ്സു ഭാരതത്തിലേക്ക് എത്തിയത്. ആദ്യമായാണ് ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ഭാരതത്തിൽ എത്തുന്നത്. ഞായറാഴ്ച ഡൽഹിയിലെത്തിയ ഉടനെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മുയ്സു കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായും മുയ്സു കൂടിക്കാഴ്ച നടത്തി. ഹൈദരാബാദ് ഹൗസിലായിരുന്നു മോദിയുമായുള്ള കൂടിക്കാഴ്ച. ഭാരതത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മാലദ്വീപെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നതും ഈ ബന്ധം പുരാതന കാലം മുതൽ തുടങ്ങിയതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമുദ്രരംഗത്തെ സുരക്ഷയടക്കം വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് നീങ്ങും. മാലദ്വീപിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഭാരതം പ്രതിജ്ഞാബദ്ധമാണ്. ബംഗളൂരുവിൽ പുതിയ മാലദ്വീപ് കോൺസുലേറ്റ് തുറക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നും മോദി പറഞ്ഞു. ഭാരത് മാലദ്വീപ് का सबसे करीबी पड़ोसी और घनिष्ठ मित्र देश है. हमारी नेबरहुड फर्स्ट पॉलिसी और सागर विजन ने मालदीव का महत्वपूर्ण स्थान है. इन दोनों में स्ट्रेटेजिक दिशा देने के लिए कॉम्प्रिहेंसिव इकोनॉमिक और मैरीटाइम सिक्योरिटी पार्टनरशिप विजन अपनाया है. फ्रेंड्स, डेवलपमेंट पार्टनरशिप हमारे संबंधों का अहम स्तंभ है और हमने इसमें हमेशा मालदीव के लोगों की प्राथमिकताओं को प्रमुखता दी. अड्डू में नया भारतीय कॉन्सुलेट और बेंगलुरु में मालदीव का नया कॉन्सुलेट खोलने पर भी हमने बात की है. हमने रक्षा और सुरक्षा सहयोग के विभिन्न पहलुओं पर വിസ്താർ से ചർച്ച की. മുഹമ്മദ് മുയ്സുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഭാരതത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു നീക്കവും നടത്തില്ലെന്ന് മുഹമ്മദ് മുയ്സുവും പറഞ്ഞു. ഭാരതവുമായി സഹകരിച്ച് മുന്നോട്ടു പോകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാലദ്വീപിന്റെ സുപ്രധാന പങ്കാളിയാണ് ഇന്ത്യ. ബഹുമാനങ്ങളിലും താൽപര്യങ്ങളിലുമുള്ള പരസ്പര ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളതെന്നും മുയ്സു വ്യക്തമാക്കി. India is a key partner in the socio-economic and infrastructure development of the Maldives and has stood by the Maldives during our times of need. I would like to thank Prime Minister Modi, the government and people of India for the generous assistance and cooperation extended to the Maldives over the years. India is one of our largest tourism source markets, and we hope to welcome more Indian tourists to the Maldives, allowing for shared growth and understanding between our peoples. The ties between the Maldives and India are centuries old, as evident throughout our histories. Together, we will work to build a future that only benefits both our countries. I am confident that our continued collaboration will lead to a brighter future. The Maldives will remain a true friend, committed to our shared vision of peace and development in our countries and our region. ഭാര്യ സജിദ മുഹമ്മദും മുയ്സുവിനൊപ്പമുണ്ട്. ഒക്ടോബർ 10 വരെയാണ് ഭാരത സന്ദർശനം. കഴിഞ്ഞ ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഭാരതത്തിലെത്തിയിരുന്നു. നേരത്തെ നല്ല ബന്ധം പുലർത്തിയിരുന്ന മാലദ്വീപ് അടുത്ത കാലത്തായി ഭാരതവുമായി നല്ല സ്വരച്ചേർച്ചയിലായിരുന്നില്ല. വിള്ളൽ വീണ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടാണ് മുയ്സുവിന്റെ ഇപ്പോഴത്തെ സന്ദർശനം. 2023 ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തി അധികാരത്തിൽ വന്ന നേതാവാണ് മുഹമ്മദ് മുയ്സു. എല്ലാ മാലദ്വീപ് പ്രസിഡന്റുമാരും അധികാരമേറ്റാൽ ആദ്യം ഭാരതത്തിലേക്കായിരുന്നു സന്ദർശനം നടത്തിയിരുന്നത്. എന്നാൽ അധികാരമേറ്റ മുയ്സു ആദ്യം തുർക്കിയും പിന്നീട് ചൈനയുമാണ് സന്ദർശിച്ചത്. ഒടുവിൽ അധികാരമേറ്റ് 11 മാസങ്ങൾക്ക് ശേഷമാണ് മുയ്സു ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി ഭാരതത്തിൽ എത്തുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഭാരത വിരുദ്ധത ശക്തമായി ഉയർത്തിയ മുയ്സു ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ നിലപാട് മയപ്പെടുത്തി. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളിൽ അപകീർത്തികരമായ പരാമർശം നടത്തിയ 2 മന്ത്രിമാരെയും മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി. ഇത്തരത്തിൽ മഞ്ഞുരുക്കലിനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കിയ ശേഷമാണ്
മുയ്സു ഭാരതത്തിലെത്തിയത്. ചൈനയോടുള്ള മുയ്സുവിന്റെ അതിരു കവിഞ്ഞ ചായ്വ് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. എന്നാൽ ഈ സന്ദർശനത്തോടെ ശക്തമാകുന്ന ഭാരതം മാലദ്വീപ് ബന്ധം ചൈനയ്ക്കും തിരിച്ചടിയാവുകയാണ്.